കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഏറ്റവും പ്രിയപ്പെട്ട പരിശീലകനായിരുന്ന ഇവാൻ വുക്കോമാനോവിച്ച് കഴിഞ്ഞ 3 സീസണുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് വളരെ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അത്ര താരസമ്പന്നമല്ലാത്ത സ്കോഡാണ് ആദ്യ സീസണിന് ശേഷം കിട്ടിയത്. ആദ്യ സീസണിൽ അദ്ദേഹം ടീമിനെ കൊണ്ട് ഫൈനലിൽ വന്നു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് എപ്പോഴും അംഗവൈകല്യം സംഭവിച്ച ഒരു സ്കോഡിനെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ആ സ്കോഡുകളെയും കൊണ്ട് പ്ലേ ഓഫിലേക്ക് എത്താൻ ആ മനുഷ്യന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ നേട്ടം തന്നെയാണ്. പക്ഷേ എന്തൊക്കെയോ മറച്ചു വെക്കാൻ വേണ്ടി ഇവാനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് പുറത്താക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ അത്തരത്തിലുള്ള പരിഭവങ്ങളോ അകൽച്ചയോ ഒന്നും ഇവാന് കേരള ബ്ലാസ്റ്റേഴ്സിനോടില്ല. മീഡിയ വൺ സംഘടിപ്പിച്ച പ്രോഗ്രാമിനെത്തി ഇവാൻ വുക്കോമാനോവിച്ചിനോട് ഇനി ഒരിക്കൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പം ആശാൻ പറഞ്ഞത് ഓഫ് കോഴ്സ് ഞാൻ തയ്യാറാണ് എന്ന് തന്നെയാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഞാൻ ഒരിക്കലും എന്നേക്കുമായി ഗുഡ് ബൈ പറഞ്ഞ് പോയതല്ല. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനെയും ബാഡ്ജിനെയും ആരാധകരെയും ആ സ്ഥലത്തിനെയും അവിടുത്തെ ആരാധകരെയും സംസ്കാരത്തിനെയും എല്ലാം ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇനി ഒരിക്കൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ ലഭിച്ചാൽ ഞാൻ സന്തോഷത്തോടു കൂടി ആ ചുമതല ഏറ്റെടുക്കും എന്നാണ് ആശാൻ പറയുന്നത്. പിന്നെ ഇപ്പം അദ്ദേഹം മറ്റു സംഭവങ്ങളൊന്നും ഏറ്റെടുക്കാത്തതിന്റെ കാരണങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ISL ക്ലബ്ബുകളിൽ നിന്ന് വരെ ആശാൻ ഓഫറുകൾ വരുന്നുണ്ട് എന്ന് പുള്ളി പറഞ്ഞു.